ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ കൊമിക് റീൽ. ഞാനിപ്പോ പറയാൻ പോകുന്ന അപ്ഡേറ്റ് അത്ര ലേറ്റസ്റ്റ് അല്ല, എന്നാലും ഞാൻ പറഞ്ഞു പോയേക്കാന്ന് കരുതി. ഈ അടുത്തിടെ നടന്ന മാർവലിന്റെ സോണിയുടെ മീറ്റിംഗ്സിൽ സ്പൈഡർമാൻ യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള മേജർ അപ്ഡേറ്റ്സ് റിവീൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു മേജർ റൂമർ എന്ന് പറഞ്ഞാൽ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ മൂവീസായ വെനവും മോർബേസും അത്ര സക്സസ് അല്ലായിരുന്നു. ഇവരുടെ ഈ യൂണിവേഴ്സ് വെനം 3-ൽ ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുമെന്നാണ് പുതിയ റൂമർ. ഞങ്ങൾ ദ സിംബിയോട്ട് ഗോഡ് ആയിരിക്കും വരുന്ന മൂവിയിലെ മെയിൻ ആന്റഗോണിസ്റ്റ്. ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വെനം 3യുടെ എൻഡിംഗിൽ യൂണിവേഴ്സിന്റെ ഡിസ്ട്രക്ഷൻ ഒരു ഇൻകർഷൻ ട്രിഗർ ചെയ്തേക്കാം. വെനം, ക്രാവൻ പോലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ ഓൺ യൂണിവേഴ്സിൽ പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. ആ യൂണിവേഴ്സിലെ റെമനൻസ്, എസ്പെഷ്യലി വെനം, അങ്ങനെ MCUവിലേക്ക് എൻ്റർ ആയേക്കാം. ഇത് വെനത്തിനെ സ്പൈഡർമാൻ 4 ആയിട്ട് ടൈപ്പ് ആക്കുകയും പിന്നീട് അവർ ടീമപ്പ് ഞള്ളിന് അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ അത് മൾട്ടിവേഴ്സ് ആകെ ഒരു കീ ഇവന്റ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മാർവലും സോണിയും സ്പൈഡർമാൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാം. സോണിയാണ് ഇപ്പോഴും സ്പൈഡർമാൻ ഓൺ ചെയ്തിരിക്കുന്നത്, ബട്ട് സ്റ്റോറി ടെല്ലിംഗിനുള്ള കൺട്രോൾ മാർവലിനുണ്ട്. ഇതൊരു ലോങ് സ്റ്റാൻഡിംഗ് ഇഷ്യൂ ആയിരുന്നു. സോണി മാർവലിന്റെ യൂണിവേഴ്സിൽ നിന്നല്ലാതെ ക്രിയേറ്റ് ചെയ്ത സ്പൈഡർമാൻ മൂവീസ് ഒന്നും അത്ര സക്സസ് ആയിരുന്നില്ല. വെനമായിരുന്നു ഉള്ളതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ബട്ട് ഇപ്പോ മാർവലിന് കൺട്രോൾ കൊടുക്കുന്നതിലൂടെ രണ്ട് സ്റ്റുഡിയോസിന് ബെനിഫിറ്റ് ആണുള്ളത്. സോണിക്ക് ഇപ്പോൾ റൈറ്റ്സ് കീപ്പ് ചെയ്യാം, കാശുണ്ടാക്കാം. അത് പക്ഷെ മാർവലാണ് ക്രിയേറ്റീവ് ഡയറക്ഷൻ, ഫാൻസിന് വേണ്ട ക്രിയേറ്റീവ് ഡയറക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന മാർവലായിരിക്കും. ഈ കൊളാബറേഷനാണ് സ്പൈഡർമാൻ നോ വേ ഹോമിൽ നമ്മൾ കണ്ടത്. സോണിയാണ് സ്പൈഡർമാനെ ഓൺ ചെയ്തിരിക്കുന്നത്, പക്ഷെ മാർവലാണ് ഡയറക്ഷൻ മാനേജ് ചെയ്തത്. ഇവിടെ മാർവലിന് കിട്ടുന്ന വേറൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ മാർവലിന് സോണിയുടെ വേറെ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാം. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൾ എന്ന ക്യാരക്ടറിന് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം ആ ക്യാരക്ടർ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ എൻഡ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ക്യാരക്ടറാണ്. സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ് എൻഡ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ക്യാരക്ടറാണ് ഞള്ള്. അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സിനെ MCUവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലോട്ടുമാണ്. ഞള്ള് കൊണ്ടുവന്ന ഇൻകേഷൻ ഇപ്പോഴത്തെ മൾട്ടിവേഴ്സ് പ്ലോട്ടിലായിട്ട് പക്കയായിട്ട് ഫിറ്റ് ആവും. അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ മാർവലിന് സോണിയുടെ കുറെ ക്യാരക്ടേഴ്സിനെ MCUവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇത് ഈ രണ്ട് യൂണിവേഴ്സും തമ്മിലുള്ള കുറച്ച് കണ്ടന്റ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യും. ഈ റൂമേഴ്സ് ട്രൂ ആണെങ്കിലും നമുക്ക് മാർവലിനും സോണിയുടെ സ്പൈഡർമാൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സും മെർജ് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും. ആക്ച്വലി അത് എല്ലാവർക്കും ഒരു മെയിൻ സിറ്റുവേഷൻ ആയിരിക്കും, മാർവലിനും സോണിക്കും ഫാൻസിനും. ഇത് MCUവിനെ കുറിച്ച് നല്ല സ്പൈഡർമാൻ മൂവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നൽകും. ഈ മെർജിങ്ങിലൂടെ സ്പൈഡർമാൻ 4നും ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന സ്പൈഡർമാൻ മൂവീസിനും മൾട്ടിവേഴ്സ് ആയിട്ട് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഈ അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് കമന്റ്സിൽ മെൻഷൻ ചെയ്യുക.